യേശുപ്പാ സ്തോത്രം, യേശുപ്പാ സ്തോത്രം, യേശുപ്പാ സ്തോത്രം, യേശുപ്പാ സ്തോത്രം. പരിശുദ്ധ രക്തത്താൽ പാപങ്ങൾ കഴുകിയ അപ്പാവേ സ്തോത്രിപ്പീൻ. പരിശുദ്ധ രക്തത്താൽ പാപങ്ങൾ കഴുകിയ അപ്പാവേ സ്തോത്രിപ്പീൻ. യേശുപ്പാ സ്തോത്രം, യേശുപ്പാ സ്തോത്രം, യേശുപ്പാ സ്തോത്രം, യേശുപ്പാ സ്തോത്രം. ദാവീദെ പോലെ നടനമാടി അപ്പാവേ സ്തോത്രിപ്പീൻ. ദാവീദെ പോലെ നടനമാടി അപ്പാവേ സ്തോത്രിപ്പീൻ. പരിശുദ്ധനായിരിക്കുന്ന കർത്താവേ, നല്ല ദൈവമേ, വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി, ആരാധനകൾക്ക് വിരോധമായി പോരടിക്കുന്ന സകല പോരിൻ്റെ ആയുധത്തെയും കർത്താവ് തകർക്കണമേ. മാനുഷിക പൈശാചിക ശക്തിയുടെ പ്രതിസന്ധികളെ പൂർണ്ണമായി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അന്ധകാര കോട്ടകൾ ഒരിക്കലും ജയിച്ചിട്ടില്ല. ദുഷ്ടാത്മാവ് ഒരിക്കലും ജയിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവത്രേ ജയാളി, ദൂതന്മാരത്രേ ജയവീരന്മാർ. ആ ജയത്തെ ദൈവത്തിന്റെ മക്കൾക്കായി കർത്താവ് നൽകപ്പെട്ടിരിക്കുക. സ്തോത്രം. സാത്താനെ, നീ തോറ്റവനാണ്, നീ പരാജിതനാണ്, നീ ലജ്ജിതനാണ്, നീ സീറയാണ്. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ മുദ്ര പ്രാപിച്ച ദൈവജനം, ആമേ സ്തോത്രം. നിങ്ങളുടെ കാൽ കീഴത്രേ സാത്താൻ. ആമേ പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അവ ഒന്നും നിനക്കൊരു ദോഷവും വരുത്തുകയില്ല എന്നരുളി ചെയ്ത കർത്താവിന്റെ നാമത്തിൽ ആമേ നിങ്ങളുടെ കാൽ കീഴ സാത്താൻ. നിങ്ങളുടെ തലയ്ക്ക് മീതെയല്ല, നിങ്ങളുടെ ഒക്കത്തല്ല, നിങ്ങളുടെ കുടുംബത്തിലെ ചില വ്യക്തിയുടെ മേലല്ല, നിങ്ങളുടെ മക്കളുടെ മേൽ അധികാരം, നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ, നിങ്ങളുടെ ഭാര്യയുടെ മേൽ, നിങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ അവയ്ക്ക് അധികാരമില്ല. ആമേ സ്തോത്രം. അധികാരമില്ല, അവകാശമില്ല. നിന്റെ ഭവനത്തിന്റെ മേൽ അവർ അവകാശമില്ല. ആമേ സാത്താനേ, ആമേ ഇവരാരും നിന്റെ കുഞ്ഞുങ്ങളല്ല, ഇവരെല്ലാരും നിന്റെ വകയല്ല, ഇവരെല്ലാം ദൈവത്തിന്റെ പൈതങ്ങളാണ്. ആമേ ദുഷ്ടനായ സാത്താനേ, ഇന്ന് പകൽക്കാലവും നീ പരാജയപ്പെടുകയാണ്. ആമേ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അഗ്നി അഭിഷേകത്തെ പരിശുദ്ധാത്മാ വിഭാഗം ഐക്യാണ് യേശുവിന്റെ നാമത്തിൽ. ആമേ ദൂതന്മാരുടെ ഭാഷയാൽ, ആമേ സ്വർഗീയ ഭാഷയാൽ ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവേ, ആമേ തന്റെ വായിൽ പരിശുദ്ധാത്മാവ് അന്യഭാഷയാൽ നിറയ്ക്കുന്നതേക്കാണ്. സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് പവർ. ലിവി ഷൗട്ട് ജീസസ്. റീകബ ലിവി ലോറമഗസ്തുന റിഗന്തുന റിഗല ബ്രൗഡത മസ്യ ബ്ലഡ് ചിസ് ഓഫ് പവർ. ലിവി ഷൗട്ട് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആമേ മഞ്ഞു പോലെ മാരി പോലെ ഒഴുകുന്ന ദൈവിക അഭിഷേകത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേ കാലുകൾ, ആമേ ഇവിടെ കൈകൾ, ഇവിടെ നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കെട്ടുകൾ അഴിയപ്പെടട്ടെ. ആമേ സകല ബന്ധനങ്ങളും തകരപ്പെടട്ടെ. ഇപ്പോൾ 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 ആമേ സകല കെട്ടുകളും, ആമേ സകല ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അടിയങ്ങൾ സ്തോത്രം ശ്വാസിക്കുന്നു. ആ ബന്ധനങ്ങൾ തകർന്നു വീഴുകയാണ്, ആ കെട്ടുകൾ അഴിഞ്ഞു പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വരിക, നാം അവരുടെ കെട്ടുകളെ അറുത്തു കളക. ആമേ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അവിടെ ബന്ധനങ്ങളെ തകർത്ത് കളക, അവിടെ കെട്ടുകളെ പൊട്ടിച്ചു കളക എന്നരുളി ചെയ്ത വചനപ്രകാരം ഇപ്പോൾ ആമേത്ര കെട്ടാത്ത പൊട്ടുകൾ, ആമേത്ര അഴിയാത്ത ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുകയാണ്. വചനം അങ്ങയുടെ വക, കേൾവിക്കാർ അങ്ങയുടെ വക. ആമേ കർത്താവ്, അടിയാൾ അങ്ങയുടെ വക. അങ്ങ് വചനം സംസാരിക്കും, ദൈവകൃപ കൂടെയിരിക്കും. പ്രാർത്ഥനകൾക്കാം നന്ദി, മകത്തോടുക്കാം സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് സർവശക്തനാണ്. സർവശക്തനായ ദൈവം നമുക്ക് പിതാവായുള്ളപ്പോൾ, നമ്മുടെ അപ്പനായുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? വലിയവനായ ദൈവം നമ്മുടെ കൂട്ടാളിയായി
സ്നേഹിതനായി കൂടെയുള്ളപ്പോൾ നാം എന്തിനെ അധൈര്യപ്പെടണം? ആണ്ടിൽ ആദ്യം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മോട് കൂടെ ഇരിക്കും എന്നരുളി ചെയ്ത കർത്താവ്, നമുക്കുള്ളവയിലൊക്കെയും ദൈവത്തിൻ്റെ ദൃഷ്ടി കൂടെ ഇരിക്കുന്നു. തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്കായി പ്രവർത്തിക്കുന്ന, ഉത്തരം കൊടുക്കുന്ന കർത്താവ്. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. മഹത്വം അഗോചരമായിരിക്കുന്ന വൻകാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്നരുളി ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുക. എത്രയും സ്തോത്രം. അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം 1 പത്രോസ് 4 അധ്യായം അതിൻ്റെ 18 വാക്യം. നീതിമാൻ പ്രയാസനെ രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ ഒത്തിരി കഷ്ടപ്പാടുകളോടുകൂടിയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഏതൊരു അപകടത്തിനും മുന്നിൽ ഒരു മുന്നറിയിപ്പ് നിശ്ചയമായി ഉണ്ടായിരിക്കും. ആ മുന്നറിയിപ്പിനെ അനുസരിക്കാത്ത, വകവയ്ക്കാത്ത വ്യക്തികൾ അപകടത്തിൽ പെടുകയും നശിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അപകടത്തിൽ പെടാതിരിപ്പാൻ, പിന്മാറ്റത്തിൽ പോകാതിരിപ്പാൻ, ആത്മസ്നേഹം വിട്ടുകളയാതിരിപ്പാൻ ചില മുന്നറിയിപ്പുകൾ നമുക്കായി നൽകപ്പെടുന്നു. ആ മുന്നറിയിപ്പുകൾ എന്തെല്ലാമാണ്? ദൈവത്തിൽ നിന്നും ഒത്തിരി കൃപകൾ പ്രാപിച്ചിരുന്ന, ദൈവിക അഭിഷേകം പ്രാപിച്ചിരുന്ന, ദൈവിക വിശുദ്ധീകരണം പ്രാപിച്ചിരുന്ന രാജാക്കന്മാർ, വിശുദ്ധന്മാർ, പ്രവാചകന്മാർ പലരും ദൈവത്തിൽ നിന്നും പിന്മാറിയതായി, പാപം ചെയ്തതായി, തെറ്റിപ്പോയതായി, ആദ്യസ്നേഹം വിട്ടുകളഞ്ഞതായി വിശുദ്ധ ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അത് ആരൊക്കെയാണ്? നമുക്ക് ഉദാഹരണമായി എടുക്കുവാൻ ആരെയൊക്കെ കഴിയും? ഒന്നാമതായി സ്തോത്രം, ദൈവത്തിൻ്റെ വഴികളിലൊക്കെ നടന്നവരായിരുന്നു. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ നോക്കണമേ. ലൂസിഫർ ദൈവസന്നിധിയിലായിരുന്നു. ലൂസിഫർ ദൈവസന്നിധിയിലായിരുന്നിട്ട് ദൈവത്തിൽ നിന്നും അകന്ന് പാപം ചെയ്തതുകൊണ്ട്, അവൻ ദൈവ വഴിയിൽ നിന്നും തെറ്റിയതുകൊണ്ട്, അവൻ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിച്ചത് കൊണ്ടത്രേ, അവൻ പിന്മാറിപ്പോയത് കൊണ്ടത്രേ ദൈവം അവനെ വെട്ടേറ്റ് നിലത്ത് തള്ളിയിട്ടത്. അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ? അവൻ ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട് അത് സംഭവിച്ചത്. മുന്നറിയിപ്പുകൾ ധാരാളം ദൈവദിനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ പിന്മാറ്റം എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ട ആദ്യ നാടുകളിൽ ഉണ്ടായിരുന്ന ആത്മീക അനുഭവങ്ങളെ വിട്ട് ജീവിക്കുന്ന ജീവിത രീതികൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ആദ്യ നാടുകളിൽ ഉണ്ടായിരുന്ന ദൈവഭയം, ആമേ അനുസരണം, ആമേ ഉപവാസം, പ്രാർത്ഥന, ദൈവത്തോടുള്ള ആദ്യ സ്നേഹം, ആമേ സ്തോത്രം, ആരാധനയ്ക്കുള്ള പ്രാധാന്യം, ആമേ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ, ഇത് പിന്മാറ്റം എന്ന് പറയുന്നു. സ്തോത്രം. നമ്മൾ പിന്മാറ്റത്തെക്കുറിച്ച് ആമേ സ്തോത്രം ചില മാസങ്ങൾക്ക് മുമ്പേ പഠിച്ചതാണ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് അതിൻ്റെ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ എത്രയോ ചൂണ്ടിക്കാണിക്കുന്നത്. സ്തോത്രം. അന്ന് രക്ഷിക്കപ്പെട്ട നാളുകളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു, വിശ്വസ്തരായിരിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ആമേ ദൈവത്തെ ആരാധിച്ചാലും മതി വരികയില്ലായിരുന്നു.
ഭാരം കൊണ്ട് തിങ്ങിയവരായി അവർ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. അഭിഷേകം വർദ്ധിച്ചു കൊണ്ടുവരണമെന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും സത്യം സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അവർ അന്ന് ആരോടും ഏഷണി പറഞ്ഞിരുന്നില്ല. ആമേ പരകാര്യം നോക്കിയിരുന്നില്ല. ആമേ കിട്ടുന്ന സമയം മുഴുവനും ദൈവവചനം വായിച്ചിരുന്നു. ആമേ ദൈവിക ശബ്ദം കേൾക്കുവാൻ അവർ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആമേ ദൈവത്തോട് സംസാരിക്കുവാൻ അവർ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആമേ അങ്ങനെ ദൈവത്തോട് ആമേ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിച്ച ആമേ എപ്പോഴും അവരുടെ വായിൽ സ്തുതി ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും സ്തോത്രമുണ്ടായിരുന്നു. അവിടെ ഉള്ളിൽ എപ്പോഴും ആരാധന നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിത രീതിയിൽ നിന്നും ആദ്യത്തെ ആമേ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുണ്ടായിരുന്ന ആത്മീക അനുഭവങ്ങളെ വിട്ട് ജീവിക്കുന്ന, ആദ്യ സ്നേഹത്തെ വിട്ടുകളയുന്ന ഒരു അനുഭവത്തെ എത്ര പിന്മാറ്റം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ സ്തോത്രം പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോകുന്ന വ്യക്തികളെ കുറിച്ച് ആമേ സ്തോത്രം പോയവരെ കുറിച്ച് അത്രേ ഇന്ന് പകൽക്കാലം. ഒന്ന് ലൂസിഫർ, അവൻ അവിടെ നിന്ന് തള്ളപ്പെട്ടു. സ്തോത്രം. രണ്ട്, ലൂസിഫറിനോടുകൂടെ ഒരു കൂട്ടം പേർ ലൂസിഫറിനോടുകൂടെ ചായ്ഞ്ഞു, അവനോടൊപ്പം പോയി. സ്തോത്രം. അവരും ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് സ്തോത്രം അവരും തള്ളപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവരെ ആരെയും ദൈവം തള്ളിയതല്ല. അവരാരെയും നിങ്ങൾ സ്വർഗത്തിൽ വേണ്ട എന്ന് പറഞ്ഞതില്ല കർത്താവ്. അവരൊക്കെ തള്ളപ്പെട്ടതാണ്. സ്തോത്രം. എങ്ങനെ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടപ്പോൾ. മൂന്ന്, സ്തോത്രം പിശാചെന്ന് പറയുന്ന ഒരു കൂട്ടറുണ്ടല്ലോ, ഒരു കൂട്ടം. ആമേ സ്തോത്രം. ആരും ദൈവം ഇവിടെ സ്തോത്രം പിശാചിനെ സൃഷ്ടിച്ചില്ല. ആമേ സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടികളായിരുന്നവരാ ഇവരെല്ലാ പേരും എന്ന് പറയുന്നത്. ഇവരാരും ആമേ സ്തോത്രം പിശാചായിട്ട് ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവത്തിന് സൃഷ്ടികളായിരുന്നു. ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടപ്പോഴത്രേ ഇവർ സ്തോത്രം ദൈവത്തിൽ നിന്നും മാറപ്പെടുവാൻ ഇടയായി തീർന്നത്. 4, ആദാവും ഹൗവയും. ആദാമിനോടും ഹൗവയോടും കർത്താവ് ഏതേ തോട്ടത്തിൽ ആദാമിനെയും ഹൗവയെയും ആക്കിയിട്ട് ആമേ സ്തോത്രം നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് അവരോട് കൽപ്പിച്ചു. അവർക്ക് ദൈവകൽപ്പന അനുസരിക്കുവാൻ ആമേ താല്പര്യമില്ലാതെ ദൈവകൽപ്പനയേക്കാൾ പിശാച് പാമ്പിന്റെ വേഷത്തിൽ വന്നപ്പോൾ ആ കാര്യത്തിന് അവൾ ചെവി കൊടുത്തു, അതിന് ശ്രദ്ധ കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അരുളപ്പാടുകളെക്കാളും ആമേ കൈനോട്ടക്കാരൻ്റെയും ആഭിചാരക്കാരൻ്റെയും മന്ത്രവാദിയുടെ അടുക്കൽ പോകുവാൻ ഒത്തിരി പേർക്ക് വളരെ താല്പര്യമാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതായ സ്തോത്രം പൊരുളുകൾ, ആമേ ദൈവം പറയുന്നതായ മറുപടികൾ, ദൈവം കൊടുക്കുന്ന ആലോചന കേൾക്കുവാൻ ഇന്ന് മനുഷ്യൻ വളരെ വിരളമായിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഹൗവ ആമേ പിശാച് പറഞ്ഞത് കേട്ടു. നീ ദൈവത്തെ പോലെ ആയി തീരും, നിന്റെ കണ്ണു തുറക്കും, നീ മരിക്കയില്ല. ആമേ അതവൾ വിശ്വസിച്ചു. സ്തോത്രം. അത് വിശ്വസിച്ച് ഇന്നും മനുഷ്യൻ കെട്ടുകഥ കേൾപ്പാൻ അവൻ കാതോർക്കുന്നു എന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആമേ സ്തോത്രം. സത്യം സംസാരിപ്പാനല്ല, കെട്ടുകഥകൾക്കായി അവർ സ്തോത്രം ബദ്ധപ്പാട് കാണിക്കുന്നു. ആമേ ഇവൾ പറഞ്ഞത് കേട്ടു. സ്തോത്രം. ആദാം ആമേ സ്തോത്രം അത് വാങ്ങിക്കഴിച്ചു. രണ്ടുപേരും നഗ്നരെന്നറിഞ്ഞു. ഏതേൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. ആമേ സ്തോത്രം. ദൈവത്തിൽ നിന്നും ആമേ സ്തോത്രം ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ ഹൗവ ആദാം ആമേ സ്തോത്രം പാപം ചെയ്തപ്പോൾ അവർ പുറത്താക്കപ്പെട്ടു. ആദ്യ സ്നേഹം ദൈവത്തോടുള്ളത് നഷ്ടപ്പെട്ടപ്പോൾ, അനുസരണക്കേടത പാപം ചെയ്തപ്പോൾ അവർ പുറത്താക്കപ്പെടുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, നിങ്ങളെയും ദൈവം നിത്യരാജ്യത്തിൽ കൊണ്ടുപോകുവാനത്രേ യേശു കർത്താവ് തന്റെ ചങ്കിലെ ചോര കൊടുത്ത് നിങ്ങളെ വിലക്ക് വാങ്ങിയത്. നിങ്ങൾ പുറത്താക്കപ്പെടുവാൻ ഉള്ളവർ അല്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. നിങ്ങൾ പ്രാണന്റെ വിലയാണ് കർത്താവിൻ്റെ. മകനേ നീ എൻ പ്രാണൻ വില, മകളേ നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില, മകളേ നീ എൻ പ്രാണൻ വില, എന്നെന്നും നീ എൻ്റേതു മാത്രമേ, എന്നെന്നും നീ എൻ്റേതു
മാത്രമേ എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ രക്ഷിച്ചു, എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ രക്ഷിച്ചു. ആ ശാപമാക്രൂശിൽ നീ തൂങ്ങപ്പെട്ടല്ലോ, ആ ശാപമാക്രൂശിൽ നീ തൂങ്ങപ്പെട്ടല്ലോ. മതിയാകാതെ എൻ പ്രാണനും നൽകി, മതിയാകാതെ എൻ പ്രാണനും നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവ് സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നത്രേ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ആമേ സ്തോത്രം കൂട്ടായ്മകളിൽ കൂടി ആമേ ദൈവവചനം കേട്ട് ആമേ സ്തോത്രം നാടോറ് രക്ഷയെ പുതുക്കി ദൈവസന്നിധിയിൽ ആമേ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാനത്രേ നിങ്ങൾ ഇവിടെ വന്നത്. സ്തോത്രം. ഇന്ന് ആത്മീക കൂട്ടായ്മയിൽ സ്തോത്രം കൂടുതലും അനുഗ്രഹത്തിനായി സ്തോത്രം ആമേ ഉയർച്ചയ്ക്കായി വളർച്ചയ്ക്കായി മാത്രം ആമേ മനുഷ്യൻ വിരണ്ടോടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ആമേ എന്നേക്കാൾ ദൈവസഭയെ സകലതും നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടു പോകാത്ത നമ്മുടെ ആത്മാവിനെ നേടുക എത്ര ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. സ്തോത്രം. ആമേ ഇത് നേടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികളാണ്. സ്തോത്രം. ആമേ എപ്പോൾ കർത്താവ് വന്നാലും ഒരുക്കപ്പെട്ടവരായിരിക്കുക. സ്തോത്രം. എന്നാൽ സ്തോത്രം ഇവിടെ സ്തോത്രം വീണ്ടും നമുക്ക് കാണാം. ഇസ്രായേൽ ജനം ആമേ സ്തോത്രം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് ആമേ ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവവാക്ക് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ഒത്തിരി നന്മകളും ഒത്തിരി അനുഗ്രഹങ്ങളും പ്രാപിച്ചവർ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ കണ്ടവർ, ആമേ ചെങ്കടലിനെ വിഭാഗിച്ചത് കണ്ടവർ, ആമേ എത്ര ആവശ്യമായ കാടപ്പക്ഷികൾ അവർക്കായി കർത്താവ് സ്തോത്രം പറന്ന് നിൽക്കുമാറാക്കി കൊടുത്തതും അവർ അത് കഴിച്ചതും അവർ അനുഭവിച്ചതുമായ വ്യക്തികൾ തന്നെ. ആമേ സ്തോത്രം ഫറവോനും സൈന്യവും ആമേ ചെങ്കടലിൽ തള്ളിക്കളഞ്ഞത്, ആമേ അവരെല്ലാവരും മുങ്ങിച്ചത്തത് കണ്ട ഇസ്രായേൽ ജനം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തു. ദൈവത്തിന്റെ പ്രവൃത്തികളെ സ്തോത്രം പലപ്പോഴും സ്തോത്രം ആമേ വിശ്വസിക്കാതെ അവിശ്വസിച്ചു. സ്തോത്രം. എന്നാൽ ആമേ ഇസ്രായേൽ ജനം അവിടെ എവിടെയായി നശിച്ചു പോകുന്നതും അവിടെ എവിടെയായി സ്തോത്രം ആമേ അതിദാരുണമായ വിധം അവർ സ്തോത്രം ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ സ്തോത്രം വീഴ്ചയിലേക്ക് ആമേ അവിടെ പിന്മാറ്റ നിമിത്തം അവർ തകർന്നു പോകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവർ, ആമേ സ്തോത്രം ദൈവത്തെ ആരാധിച്ചവർ, ആമേ ദൈവത്തിന്റെ അഭിഷിക്തർ, ആമേ ദൈവവാക്ക് കേട്ട് നടന്നവർ, ആമേ സ്തോത്രം നമുക്കുള്ള ആമേ സുവിശേഷം ആമേ ഉണ്ടായിരുന്നവർ, ആമേ സത്യവചനം എന്തെന്ന് മനസ്സിലാക്കിയവർ, ആമേ സ്തോത്രം പലരും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിട്ട് ആമേ തെറ്റിലേക്ക്, ആമേ പാപത്തിലേക്ക്, ആമേ തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക്, അനീതിയിലേക്ക്, അശുദ്ധിയിലേക്ക് പോയത് നിമിത്തം ആമേ സ്തോത്രം പിന്മാറ്റം അവരെ പിടിച്ചു. ആമേ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് ആമേ സ്തോത്രം ദൈവകൃപയിൽ നിന്നും അവർ വീണു പോയതായി ആമേ കാണുവാനായി കഴിയും. സ്തോത്രം. ആമേ സ്തോത്രം. അങ്ങനെ സ്തോത്രം അവർ ശപിക്കപ്പെട്ടവരായി ആമേ മാറപ്പെടുന്നു. സ്തോത്രം. നോക്കുക, ദൈവത്തിന്റെ വിശുദ്ധ പുരോഹിതന്മാരായിരുന്നു ആമേ നാദാബും അബീഹൂമും ആമേ അഹരോന്റെ പുത്രന്മാരും ആമേ ദൈവത്തിന്റെ ആമേ വിശുദ്ധ പുരോഹിതന്മാരും ആയിരുന്നു. സ്തോത്രം. എന്നാൽ എന്താ സംഭവിച്ചത്? ലേവ്യ പുസ്തകം ആമേ 10-ാം അധ്യായം 1:20. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂമും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചിട്ട് അല്ലാതെ അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആമേ സ്തോത്രം. നോക്കുക, അഹരോന്റെ പുത്രന്മാരാണ് സ്തോത്രം നാദാബും അബീഹൂമും. എന്നാൽ സ്തോത്രം ദൈവം അവരോട് പറയാത്ത പുരോഹിതന്മാരാണ്. പക്ഷേ അതാ പറഞ്ഞത്, പുരോഹിതന്മാരും ദൈവത്തിന്റെ വാക്ക് കേൾക്കാത്തവർ. ആമേ സ്തോത്രം. ദൈവം പറയാത്ത അന്യാഗ്നി ധൂപകലശമെടുത്ത് അത് തീയിട്ട് ആ ധൂപകലശത്തിൽ ധൂപവർഗമിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ കൊണ്ടുവന്നു. ദൈവം പറയാത്ത അന്യാഗ്നി കൊണ്ടുവന്നതിനാൽ ദൈവം കോപിച്ചു. ആമേ സ്തോത്രം. അവർ തീയിറങ്ങി ദഹിച്ചു പോയി എന്ന് വിശുദ്ധ ബൈബിളിൽ നാം വായിച്ചു കേട്ട്. സ്തോത്രം. ദൈവം പറയാത്തത് പറഞ്ഞു എന്ന് പറയരുത്.
ദൈവവാക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കരുത്. ദൈവം പറഞ്ഞത് മാത്രം പറഞ്ഞെന്ന് പറയുക. ആമേൻ. ദൈവം പറഞ്ഞത് മാത്രം ചെയ്യുക. ദൈവപ്രവൃത്തികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. സ്തോത്രം. ഇതത്രേ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാത്തവർക്കായി ശിക്ഷ ലഭിച്ചത് ദൈവസന്നിധിയിൽ താണിരുന്ന ഒരൊറ്റ വ്യക്തികളെ പോലും ദൈവം ശിക്ഷിച്ചതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ആമേ. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആമേ താണിരുന്ന ദൈവമക്കൾ ആരും നഷ്ടപ്പെട്ടു പോയതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാറിൻ്റെ മകൻ കോരഹ് രൂബേൻ ഗോത്രത്തിൽ എലിയാബിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാഹാം, പെലേത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാ പ്രധാനികളും സംഘ സദസ്യരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരായിരിക്കുന്നു. പറഞ്ഞ വായിച്ചാട്ടെ. യഹോവ അവരുടെ മധ്യയുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ തങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. യഹോവ അവരുടെ മധ്യത്തിലുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ആമേ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ന് മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിച്ചതായിരുന്നു. സ്തോത്രം. ആമേ. ഹോരക്ക്, നാഥ, അബീരാം ആമേ എന്ന് പറഞ്ഞവർ. സ്തോത്രം. ആമേ. മതി മതി, നിങ്ങൾ സംസാരിച്ചത് മതിയാക്കുവിൻ. ആമേ. സഭയൊക്കെയും എല്ലാവരും ഒട്ടൊഴിയാതെ വിശുദ്ധരായിരിക്കുന്നു. ആമേ. ജനത്തിന്റെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്തോത്രം സംസാരിച്ച് ആമേ വിശുദ്ധരായ മനുഷ്യരത്രേ ഇവർ. നേരത്തെ ഞാൻ പറഞ്ഞത് വിശുദ്ധ പുരോഹിതന്മാരാണ്. ആമേത്ര ഇവർ ആമേത്ര വിശുദ്ധ ജീവിതം നയിച്ച മനുഷ്യരായിരുന്നു. എന്നാൽ നോക്കുക, ആമേ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി ആമേ സംസാരിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് ആമേത്ര ഭൂമി ആമേ വായ് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവർ ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ, തെറ്റിപ്പോയപ്പോൾ അവർക്കുണ്ടായതായ ആമേ ശിക്ഷയത്രേ ഇത്. സ്തോത്രം. ആമേ. വീണ്ടും നമുക്ക് കാണാം ശൗൽ രാജാവ് ആമേ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു. സ്തോത്രം. ശൗൽ രാജാവ് ഒരിക്കൽ പോലും ശൗൽ രാജാവിനെ ആമേ ദൈവം നിരസിച്ചല്ല. ആമേ ദൈവം പറഞ്ഞതിനെ അവന് ആ ദൈവവാക്കിനെ നിരസിച്ച് കളഞ്ഞത്. ആമേ. ദൈവം പറഞ്ഞത് കേൾക്കാതെ വന്ന് ആമേ ശൗൽ രാജാവ് ആമേ ദൈവത്തിൽ നിന്ന് മന്യപ്പെട്ടപ്പോൾ, അവൻ പാപം ചെയ്തപ്പോൾ അവന് രാജത്വം നഷ്ടപ്പെട്ടു. ആമേ. അത് മാത്രമല്ല, ആമേ ദൈവിക അഭിഷേകം അവന് നഷ്ടപ്പെട്ടു. ആമേ. രാജത്വം നഷ്ടപ്പെട്ടു, ദൈവിക അഭിഷേകം നഷ്ടപ്പെട്ടു. ആമേ. അവൻ ശപിക്കപ്പെട്ടവനായി മാറി. അവൻ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ അഭിഷിക്തനായിരുന്നവൻ, ഒരിക്കൽ ദൈവ വഴി നടന്നവൻ, ഒരിക്കൽ ദൈവവാക്ക് കേട്ടവൻ, അവൻ ഇപ്പോൾ എന്താ പറ്റിയത്? ആമേ. അവൻ ദൈവത്തോട് അനുസരണ കാണിക്കുകയും ആമേ ദൈവ മക്കൾക്ക് വിരോധമായി ആമേ എഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ ആമേ അവന് സംഭവിച്ചത് ആമേ അവൻ ആത്മഹത്യ ചെയ്ത് മരിക്കുവാനിടയായി തീർന്നു. ഒരിക്കലും ആമേ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവിനെ ആമേ തള്ളിക്കളയണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്ത് പിന്മാറിപ്പോയി ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ശൗൽ രാജാവിന് അത് സംഭവിച്ചതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ആമേ. നീതിമാൻ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ആമേ ഗതി എന്തായി തീരും. സ്തോത്രം. നോക്കണമേ, ആമേത്ര നീതിമാനെ പ്രയാസ്യനെ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. ആമേത്ര ഓരോ ദിവസവും അനുദിനം ആമേ ജീവിതത്തിൽ എന്താ കുറവ്, അടുത്ത ദിവസം ആ കുറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആമേ കുറവിനെ നികത്തി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കത്രേ ചെയ്യുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആമേ പഴയ നിയമത്തിൽ നിന്നായിരുന്നു ഇതുവരെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ദൈവം കയീനോടും ഹാബേലിനോടും പറഞ്ഞു. സ്തോത്രം. കയീനോട് സംസാരിച്ചു, ഹാബേലിനോട് സംസാരിച്ചു. ആമേസ്തരം. ഹാബേൽ ഉത്തമമായ യാഗം കൊണ്ടുവന്നവനാണ്. അവൻ ദൈവത്തോട് അനുദിനം ബന്ധം പുലർത്തിയവനാണ്. കയീനോട് കർത്താവ് പറഞ്ഞു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയെയോ അവയെ കീഴടക്കണം. അവനത് കഴിഞ്ഞില്ല. കയീൻ എന്താ സംഭവിച്ചത്? സ്തോത്രം. തൻ്റെ സഹോദരൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ട് തൻ്റെ സഹോദരനെ കൂട്ടിക്കൊണ്ട് വയലിൽ പോയി ചതി, ദുഷ്ടത, കാപട്യം, വഞ്ചന. അവനവൻ്റെ സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവിടെ കോപിച്ച്
അവനെ അവിടെ വെച്ച് അടിച്ച് കൊന്നുകളഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, ദൈവപ്രസാദം ലഭിക്കാതെ വരുന്നത് പാപം കിടക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ആ സ്തോത്രം ഉള്ളിൽ ഭയം കയറുന്നത്. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ദൈവം ആരെയും അകറ്റി നിർത്തുന്നില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കത്രേ ചെയ്യുന്നത്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആമേസ്ത്രം. പുതിയ നിയമത്തിൽ ചില വ്യക്തികളെ ആമേസ്ത്രം നമുക്ക് പഠിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം. ആമേസ്ത്രം. വളരെ ദൈവകൃപയിൽ നിന്നവർ അതിദാരുണമാവിധം വീണുപോയി. നമുക്കറിയാം, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ നാടുകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, സത്യാവസ്ഥയിൽ അവർ പലയിടത്തും പോയത് നമുക്കറിയാം. തെറ്റിപ്പോയി. ആരും വീഴുമ്പോൾ ചിരിക്കാനല്ല, പരിഹസിപ്പാനല്ല, നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. അവനെ അവിടെ ഇട്ട് ചവിട്ടി താഴ്ത്തുവാനല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാനാണ്. സ്തോത്രം. കർത്താവ് തന്ന കൃപ നഷ്ടപ്പെടുത്തി കളയാതിരിപ്പാൻ നാം അത്രേ ശ്രമിക്കേണ്ടത്. നാം അത്രേ സ്തോത്രം ആ കൃപയെ വളർത്തേണ്ടത്. സ്തോത്രം. ഒന്നാമതായ സ്തോത്രം, യേശുവിനെ അനേക ശിഷ്യന്മാർ അനുഗമിച്ചു. ഒരു സ്തോത്രം. യോഹന്നാൻ 6:66. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. കർത്താവിന് ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു, ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ അവരിൽ ഒത്തിരി പേർ പിന്മാറിപ്പോയി. ശിഷ്യന്മാർ ആദ്യം യേശുവിനെ സ്നേഹിച്ചു. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വീര്യപ്രവൃത്തികൾ കണ്ടു. എന്നാൽ യേശുവിനോട് കൂടെ നടക്കാതെ, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ, യേശുവിൻ്റെ വഴിയിൽ ജീവിക്കാതെ, കർത്താവിനെ അനുഗമിക്കാതെ, കർത്താവിൻ്റെ ഒത്തിരി ശിഷ്യന്മാർ കർത്താവിനെ വിട്ടേച്ച് പിന്മാറിപ്പോയി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരാധിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, കർത്താവിൻ്റെ നാമത്തിനായി കൊടുക്കുന്നവരെ, മിശ്രി കളക്ഷൻ ചെയ്യുന്നവരെ, ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആദ്യ സ്നേഹം ഇപ്പോഴുണ്ടോ? ആമേ ആദ്യത്തെ പ്രാർത്ഥന ഇപ്പോഴുണ്ടോ? അന്നത്തെ ഉപവാസം ഇപ്പോഴുണ്ടോ? അന്നത്തെ ആരാധന ഇപ്പോഴുണ്ടോ? ആദ്യത്തെ അഭിഷേകം ഇപ്പോഴുണ്ടോ? അന്നത്തെ തീ, അഗ്നി അഭിഷേകത്തിന്റെ ആമേ സാന്നിധ്യം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുവോ? ആമേ അന്നത്തെ ദർശനമുണ്ടോ? അന്നത്തെ വെളിപാടുണ്ടോ? ദർശനവും വെളിപാടും ഇല്ലാത്തടത്ത് ആമേ ജനം മര്യാദ കെട്ട് നടക്കുന്നു. അന്നത്തെ അഭിഷേകവും, അന്നത്തെ ദർശനവും, അന്നത്തെ വെളിപാടും, അന്നത്തെ ദൈവസ്നേഹവും ഇന്ന് നിനക്കില്ല എങ്കിൽ ഇന്ന് നീ പിന്മാറിപ്പോയിരിക്കുന്നു, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് പറയുവാനായി കഴിയും. അതെ, നിങ്ങളുടെ ആദ്യ സ്നേഹമാണ് കർത്താവിൻ്റെ ആഗ്രഹം. എഫെസോസ് സഭയെ നോക്കി കർത്താവ് ഒരു കുറ്റമേ പറഞ്ഞുള്ളൂ. സ്തോത്രം. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്നാണ്. സ്തോത്രം. ആമേ സ്തോത്രം. അപ്പോസ്തലന്മാരല്ലാതിരുന്നവരെ, ആമേ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ, അപ്പോസ്തലന്മാരല്ലാതിരിക്കവേ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കണ്ടുപിടിച്ചതും നിന്റെ പ്രയത്നവും നിന്റെ പ്രവൃത്തിയും, ആമേ സ്തോത്രം, കൊള്ളരുതാത്തവരെ നിനക്ക് കണ്ടുകൂടാത്തതും, ആമേ നീ അവരെ വെറുക്കുന്നതും, നിക്കോലാവ്യരുടെ ഉപദേശത്തെ നീ പകയ്ക്കുന്നതും, ഇങ്ങനെയുള്ള ഒത്തിരി സൽഗുണങ്ങളുള്ള സഭയാണ് എഫെസോസ് സഭ. എന്നാൽ എഫെസോസ് സഭയിൽ ഇത്രയും സൽഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും സഭയെ നോക്കി കർത്താവ് പറഞ്ഞതാണ്, ആമേശ്വര ഒരു കുറവ് നിനക്കുണ്ട്, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആലോചിച്ചു നോക്ക് സഹോദര സഹോദരി, ആദ്യ സ്നേഹം ഇപ്പോഴുണ്ടോ? ആമേ സ്തോത്രം. ശുശ്രൂഷയിൽ ആദ്യ സ്നേഹമുണ്ടോ? മിഷണറി അവരവിടെ കാര്യാദികൾക്ക് ആദ്യ സ്നേഹമുണ്ടോ? ആ തീഷ്ണത ഇപ്പോഴുണ്ടോ? കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരോട് ആദ്യ സ്നേഹമുണ്ടോ? ഉണ്ടോ? വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ആർക്കും വേദന കൊടുക്കുന്നവരായിരിക്കരുത്. ഒരു കാര്യം 10 പ്രാവശ്യം ചെയ്തു, 100 പ്രാവശ്യം ചെയ്തു, 1000 പ്രാവശ്യം ചെയ്തു, ആമേ സ്തോത്രം, വീണ്ടും 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 അതരുതേ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നവരായിരിക്കരുത്. സൗമ്യതയോടെ നിങ്ങളുടെ പപ്പ പറഞ്ഞാൽ, സൗമ്യതയോടെ നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ, സൗമ്യതയോടെ സ്തോത്രം നിങ്ങളുടെ ചേച്ചി അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ആമേ വൈഫ് പറഞ്ഞാൽ അത് കേൾക്കുന്നവരായിരിക്കും. വീണ്ടും വീണ്ടും നിങ്ങൾ ആമേ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം തന്നെ, ആമേ നിങ്ങൾക്ക് ആമേ സ്തോത്ര സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ആമേ ആനന്ദം തരുന്ന ആമേ ചില കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. സ്തോത്രം.
ആമേ സ്തോത്രം. നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ ചോർത്തിക്കളയരുത്, നിങ്ങളുടെ വിശ്വസ്തത നിങ്ങൾ ചോർത്തിക്കളയരുത്. നിങ്ങളുടെ ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകരുത്. ഇത് ദുഷ്ടലോകമാണ്, ചതിക്കുന്ന ലോകമാണ്. ആമേ സ്തോത്രം. കർത്താവ് ആമേ സ്തോത്രം ഏക ഭാര്യ ഏക ഭർത്താവിനെ തന്നു. ആമേ സ്തോത്രം. ഈ വിഷയത്തിൽ ഊന്നൽ കൊടുത്ത് പ്രസംഗിപ്പാൻ ആമേ പരിശുദ്ധാത്മാവ് ആമേ അനേക വ്യക്തികളെ ആമേ എഴുന്നേൽപ്പിച്ചു. അതിലൊരു വ്യക്തി ഞാൻ. ആമേ സ്തോത്രം. ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അനേകർക്ക് എന്നോട് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ചെവികളിൽ മുഴങ്ങി കേട്ടതിനാൽ ഇന്ന പ്രതിസന്ധികളിൽ നിന്നും ഇന്ന പ്രതികൂലത്തിൽ നിന്നും ഇന്ന വീഴ്ചയിൽ നിന്നും എനിക്ക് പുറത്തു വരുവാൻ ഇടയായി തീർന്നു. ആമേ സ്തോത്രം. അശുദ്ധൻ അതിലൂടെ കടന്നില്ല. നായ്ക്കൾ, ശുദ്രക്കാർ, ബിംബാരാധികൾ, പോഷ്കൾ, പ്രിയപ്പെടുന്നവർ, ആമേ സ്തോത്രം, വ്യഭിചാരികൾ, ദുർനടപ്പുകാർ, ആമേ ശുദ്രക്കാർ എല്ലാവരും ആമേ സ്തോത്രം ദൈവരാജ്യത്തിന് പുറത്ത് തന്നെ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ആമേ സ്തോത്രം. വീണ്ടും ദൈവവചനം പഠിപ്പിക്കുകയാണ്. ആമേ സ്തോത്രം. ആമേ വേശ്യമാരും ചുങ്കക്കാർ എന്നോടുകൂടി സ്വർഗരാജ്യത്തെ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാർന്ന് അഭിമാനിക്കുന്നവരോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ആമേ ചുങ്കക്കാർ ചുങ്കം പിരിച്ചപ്പോൾ അവനത് തെറ്റെന്ന് ബോധ്യപ്പെട്ടു. അമിതമായ ചുങ്കം വാങ്ങിച്ചപ്പോൾ അവന് കുറ്റബോധം വന്നു. ആമേ വ്യഭിചരിച്ചവർ അവർക്ക് കുറ്റബോധം വന്നു, അവർക്ക് പാപബോധം വന്നു, അവർക്ക് തിരിച്ചു വരണമെന്ന് തോന്നി. ആമേ യേശുവിന്റെ രക്തത്താൽ അവർ കുളിച്ചു കയറി, അവർ ശുദ്ധീകരണം പ്രാപിച്ചു, അവർ നിർമ്മലീകരണം പ്രാപിച്ചു. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ആമേ നിത്യതയ്ക്കായി കാത്തിരുന്നു. ആമേ പിന്നെ ആ വിട്ടുപോയ ആ അശുദ്ധിയിലേക്ക് അവർ പോയില്ല. അതിനാൽ ആ ദൈവത്തിന്റെ രാജ്യത്തിൽ അവർക്ക് പങ്കുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെ ഇവിടെ കൊണ്ടുവന്നത് ശുദ്ധീകരിക്കപ്പെടുവാൻ, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ അത്രേ നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. മുമ്പേ അവരുടെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. സന്തോഷമുണ്ടെങ്കിലും ആനന്ദം കൊണ്ട് ചിലപ്പോൾ കരയാറുണ്ട്. ദൈവം നീതിമാൻ, ദൈവം വിശ്വസ്തൻ. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നുവോ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നുവോ, മാറിപ്പോകുന്ന മധുരവാക്ക് പറയുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നുവോ? വ്യർത്ഥ മനുഷ്യരിൽ ആശ്രയിക്കരുത്. അവരൊക്കെ നിങ്ങളെ ഉപേക്ഷിക്കും. യിരെമ്യാ പ്രവാചകനിൽ കർത്താവ് അരുളി ചെയ്തു, നീ ഒരു സഹോദരനിൽ ആശ്രയിക്കരുത്, അവരൊക്കെ നുണ പറഞ്ഞ് നടക്കുന്നു, അവർ സത്യം സംസാരിക്കില്ല. സത്യം സംസാരിക്കുന്ന പോഷ്ക്ക് പറയുവാൻ ഇവിടെ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദയാലുവായവരെ നിങ്ങൾ കാണും. എന്നാൽ വിശ്വസ്തരായ ഒരുവനെ ആർ കണ്ടെത്തും? നിങ്ങൾ കണ്ടെത്തുക എൻ്റെ ഈ വിശ്വസ്തനായ കർത്താവിനെ. നിങ്ങൾ കണ്ടെത്തുക എൻ്റെ ഈ വിശ്വസ്തനായ കർത്താവിനെ. ഇതിനകത്ത് ഒത്തിരി പേർ കണ്ടെത്തിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിശ്വസ്തനായ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒത്തിരി പേർ ഇതിനകത്തിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിശ്വസ്തൻ. ലീഡേഴ്സ് മീറ്റിങ്ങിന് ഞാൻ എൻ്റെ ഈ വിവരം പറയുമ്പോൾ പേര് പറയാത്ത ഒരു വ്യക്തി 60,000 രൂപ സഹായിച്ചു. പേര് പറയാത്ത മറ്റൊരു വ്യക്തി 10,000 രൂപ സഹായിച്ചു. വീണ്ടും അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഫാമിലി ദൈവമാർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ വലിയൊരു എമൗണ്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാർച്ച് മാസം ദൈവം അനുവദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു അതിന് മുന്നമേ പൂർണ്ണമായി എൻ്റെ കടഭാരം മാറിപ്പോകും.
ദൈവം അത് ചെയ്യും. ദൈവം അനുവദിച്ചാൽ ഞാൻ മാർച്ച് മാസം 1-ാമത്തെ സൺഡേ, ഞാൻ നിന്നതല്ലോ, നാം ആരും നിന്നതല്ല, നമ്മെ ദൈവം നിർത്തിയതാണ്. ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയും. ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടം പേർ 3 മാസത്തിനകം ദൈവത്തിൽ നിന്ന് ഒരു വലിയ അത്ഭുതത്തെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതത്തെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മൾ വിളിച്ചത് പിന്മാറിപ്പോകുവാനല്ല. പിന്മാറ്റം മനുഷ്യനെ കൊല്ലുന്നു എന്നാണ്. നാം പിന്മാറിപ്പോയി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. 2021 ആദ്യ മാസത്തിൽ തന്നെ 101-ാമത്തെ മിഷണറിയെ പരിശുദ്ധാത്മാവ് നമുക്കായി നൽകിയ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എത്ര വലിയവനാണ്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, സ്തോത്രം, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് കഷ്ടങ്ങൾ, ഒത്തിരി ഒത്തിരി ശോധനകൾ. സ്തോത്രം. യാക്കോബ് എന്താ പറഞ്ഞത്? സ്തോത്രം. മുൻപ് പിൻപ് മടച്ച് യഹോവയുടെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ മുൻപ് പിൻപും അടച്ച് ശരിയാണ്, പക്ഷെ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇനി എന്ത് വേണം? സ്തോത്രം. നിങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടമുണ്ട്. സ്തോത്രം. പക്ഷേ നിങ്ങൾ ഭാഗ്യശാലികളല്ലേ? സ്തോത്രം. കർത്താവിൻ്റെ കരം നിന്റെ തലമേൽ വെച്ചിരിക്കുകയല്ലേ? വീണ്ടും പുതിയ നിയമ വേദഭാഗത്തു നിന്നും അപ്പോസ്തലനായിരുന്ന യൂദയെ നമുക്ക് കാണുവാനായി കഴിയും. സ്തോത്രം. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 24-25. അടുത്ത അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ എന്നെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. യൂദ ഒഴിഞ്ഞുപോയ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിട്ട് പണസഞ്ചിയും ഏന്തിക്കൊണ്ടിരുന്ന യൂദ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിട്ട് യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത് യൂദ പിന്മാറിപ്പോയ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ എടുക്കുവാനായി അവർ, സ്തോത്രം, തുണ്ടിടുന്നത് നമുക്കവിടെ കാണുവാനായി കഴിയും. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ചതികളാൽ നമ്മുടെ ഹൃദയത്തെ പിശാച് അപകരിച്ച് കളയരുത്. പിശാച് ഹൃദയത്തെ വഞ്ചിച്ച് കളയരുത്. ദൈവകൃപയത്ര നമുക്ക് ആവശ്യമായിരിക്കുന്നത് യൂദ അവിടെ പിന്മാറിപ്പോയത് കാണുവാനായി കഴിയും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ വായിക്കാം. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സബീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പിന്നീട് ബാക്കി വായിക്കാം. ബാക്കി പിന്നെ വായിക്കണം. സ്തോത്രം. രണ്ടുപേരും കൂടെ, സ്തോത്രം, നിലം വിറ്റത്. സ്തോത്രം. രണ്ടുപേരും കൂടെ, സ്തോത്രം, കാശെടുത്ത് മാറ്റിവെച്ചു. ബാക്കി കാശിനെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. അവർ രണ്ടുപേരുമാണ് പറഞ്ഞത്. സ്തോത്രം. ഇതിനെ വിറ്റ് സ്തോത്രം നമുക്ക് ചർച്ചിൽ കൊടുക്കാം, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാം, പൊതുപ്രയോജനത്തിനായി സുവിശേഷത്തിനായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞത്. എന്നാൽ സ്തോത്രം, അതിൽ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് അനന്യാസ് കൊണ്ടുവന്ന് വെച്ചു. വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പത്രോസ് ചോദിക്കുകയാണ്. സ്തോത്രം. അനന്യാസേ, പിശാച് നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എങ്ങനെ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എങ്ങനെയാണ്? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. നിങ്ങൾ വ്യാജം കാണിക്കുന്നവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ആരുടെയെങ്കിലും ഹൃദയത്തെ പിശാച് കവർന്നിരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശപ്പെടുത്തരുത്. വായിക്കാം. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിനോട്, ദൈവത്തോടാണ് ഈ വ്യാജം കാണിച്ചത്. വിൽക്കുന്നതിന് മുൻപ് നിൻ്റേതായിരുന്നു, വിറ്റ ശേഷം കാശ് നിന്റെ കയ്യിൽ തന്നെയായിരുന്നു. സ്തോത്രം. എന്നാ സ്തോത്രം, അവൻ ചെയ്ത ദോഷത്തിന് ആ സഭയിൽ സ്തോത്രം ആദ്യമായി സംഭവിക്കുന്നത് അനന്യാസ് വീണ് പ്രാണനെ വിടുകയാണ്. സ്തോത്രം. എല്ലാവർക്കും ഭയമുണ്ടായി. ബാലിക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു.
ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ടു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച വേദഭാഗമാണിത്. സ്തോത്രം. ഭർത്താവ് സ്തോത്രം അവിടെ വീണ് മരിച്ചു. സ്തോത്രം. അറിയാതെ 3 മണി നേരത്തെ സബീറ വരുന്നു. ആമേ സ്തോത്രം. അവളോട് ചോദിച്ചപ്പോഴും അവളും കള്ളം തന്നെ പറയുന്നു. അവളും അവിടെ വീണ് മരിക്കാനിടയായി തീർന്നു. ഇത് കൃപായുഗമായതുകൊണ്ട് പലരും ആമേ സ്തോത്രം നശിച്ചു പോകാതിരിക്കുന്നു ആമേ എന്ന് എനിക്ക് പറയുവാനായി കഴിയും. ആമേ സ്തോത്രം. സഭയ്ക്കകത്ത് ജീവനുമുണ്ട്, ആമേ സഭയ്ക്കകത്ത് മരണവുമുണ്ട് എന്നുള്ളതിന് തെളിവായി ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ആമേ സഭയ്ക്കകത്ത് അവർ 2 പേര് വീണ് മരിച്ചത്. ആമേ സഭയിൽ വരുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. ആമേ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. സ്തോത്രം. ഇവിടെ 2 പേർ ആമേ നഷ്ടപ്പെട്ടു പോകുവാനിടയായി. കാരണം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിന്റെ പിന്നിൽ എത്രയോ സ്തോത്രം അത് സംഭവിച്ചത്. വീണ്ടും വായിക്കുക ഗലാത്യർ ലേഖനം ആമേ 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഗലാത്യർ 1:6 ഗലാത്യയിലുള്ളവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ സ്തോത്രം ദൈവത്തെ നന്നായി ആരാധിച്ചവർ ആയിരുന്നു. സ്തോത്രം. ആത്മാവ് പ്രാപിക്കുകയും ആരാധിക്കുകയും ചെയ്ത് ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തിട്ട് വേഗത്തിൽ അവർ തെറ്റിപ്പോകുന്നു. വായിച്ചു കേൾപ്പിക്കാം വേഗത്തിൽ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എപ്പോഴും ബ്രദർ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. സ്തോത്രം. ആമേ സ്തോത്രം. നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. വീണ്ടും വായിക്കാം. ഗലാത്യർ 1:6, ഗലാത്യർ 3:1 മുതൽ 3 വരെ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാർ. ഗലാത്യ സഭയോട് ചോദിക്കുകയാണ്. ആമേ കർത്താവായ യേശു കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കെട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാർ. ആമേ ഇന്ന് പകൽക്കാലം പിന്മാറ്റത്തിലേക്ക് പോകരുത്. പിശാച് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ വഞ്ചിക്കരുത്. വീണ്ടും വായിക്കാം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഗലാത്യ സഭയിലുള്ളവർ ആമേ സ്തോത്രം ആരാധിച്ചു. അവർ ആത്മാവിനെ പ്രാപിച്ചു. ദൈവ വഴിയിൽ കുറച്ചു കാലം നടന്നു. അതിനുശേഷം അവർ ജഡത്തിലേക്ക് പോയി. അവർ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയി. മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് ആമേ പൗലോസ് പറയുന്നു. അങ്ങനെ പിന്മാറ്റത്തിലേക്ക് അവർ പോയതായി നമ്മെ വചനം പഠിപ്പിക്കുന്നു. അത് ഒരു മുൻകുറിയാണ്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ആമേ ഒപ്പത്തൂണായി. അത് നമുക്കൊരു മുൻകുറിയാണ്. ആമേ ഇവിടെ ഉദാഹരണമായി പുതിയതെന്ന് ഞാൻ പലതും നിങ്ങൾക്ക് തന്നു. ആരും പിന്മാറ്റത്തിലേക്ക് പോകരുത്. വീണ്ടും നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 19-20 വാക്യം. ഹുമനയോസും അലക്സാണ്ടറും വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയത് അവിടെ നമുക്ക് വായിക്കുവാനായി കഴിയും. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ആദ്യം നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആ മേസ്ത്രം പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട്സിലൂടെ ദൈവം അത്ഭുതം ചെയ്യും. ആ മേസ്ത്രം ദൈവം ആമേ വിളി കേൾക്കുന്നവനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അവൻ ഉത്തരം തരും. ഉറപ്പ് തന്നെയാണ്. ആമേ വലിയ കൊടുങ്കാറ്റിനെ ആമേ അതിജീവിപ്പാൻ കഴിവ് തന്ന കർത്താവ് ഈ ചെറിയ കൊടുങ്കാറ്റിനെ, ഈ ചെറിയ മന്ദമാരുതിനെ ആമേ സ്തോത്രം അതിജീവിപ്പാനുള്ള ദൈവശക്തി ആമേ ദൈവം എനിക്ക് തരും. ആമേ സ്തോത്രം. എൻ്റെ വലിയ കടം മാറ്റിയ ദൈവത്തിന് ഈ ചെറിയ കടം മാറ്റുവാൻ കഴിയും. ആമേ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. സ്തോത്രം. ആദ്യം നല്ല വിശ്വാസം, ഇപ്പോൾ വിശ്വാസിയെങ്കിലും അവിശ്വാസി.
പത്രോസിനെ പോലെ വിശ്വാസിയെങ്കിലും പലപ്പോഴും ഭീരു, അവിശ്വാസം. ആമേസ്തോര കടലിന്റെ പുറത്തൂടെ നടക്കട്ടോ, കർത്താവ് പറഞ്ഞ് നടക്കുവാൻ. അവൻ്റെ കാലിൻ്റെ കീഴിലെ വെള്ളം കല്ലുപോലെയായി. അവൻ അതിൻ്റെ പുറത്ത് നടന്നു നീങ്ങി. പക്ഷേ അവൻ ലോകത്തിലേക്ക് നോക്കി, അവൻ അവിശ്വസിച്ചു, അവൻ ഭയന്നു. പല കാരണങ്ങളാൽ അവൻ സ്തോത്രം താഴുവാൻ ഇടയായി തീർന്നു. ആമേസ്തോര ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യത്തെ വിശ്വാസമുണ്ടോ? ദൈവസ്നേഹം, ആദ്യത്തെ ദൈവസ്നേഹം ഉണ്ടോ? നിങ്ങൾ പിന്മാറിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആദ്യ വിശ്വാസം ചോർന്നു പോയിരിക്കുന്നുവെങ്കിൽ ആമേസ്തോത്രം അതെനിക്ക് ലഭിക്കുമോ? വീട് എനിക്ക് ലഭിക്കുമോ? എനിക്കൊരു കുഞ്ഞ് ലഭിക്കുമോ? എൻ്റെ കടഭാരം മാറുമോ? എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുമോ? എൻ്റെ കുഞ്ഞിനൊരു ജോലി ലഭിക്കുമോ? എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമോ? ആമേസ്തോത്രം അവന് എക്സാമിൽ ജയിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള സ്തോത്രം സംശയങ്ങളാണോ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ജയിക്കും, ലഭിക്കും. ആമേ, കുഞ്ഞ് ലഭിക്കും, വീട് കിട്ടും, വാഹനം കിട്ടും, എൻ്റെ കുഞ്ഞിന് വിവാഹം ഞാൻ കാണും. ആമേസ്തോത്രം നല്ല അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവ് എന്നെ എത്തിച്ചേർക്കും. ഈ വിശ്വാസത്തിന്റെ പകൽക്കാലം എത്ര പേർക്കുണ്ട്? ആദ്യത്തെ വിശ്വാസം അവസാനം വരെ പിടിച്ചുകൊള്ളുക. ആമേ, ആദ്യ വിശ്വാസം അവസാനം വരെ പിടിച്ചുകൊള്ളുക. ആർക്കൊക്കെ വിശ്വാസമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സകലത ലഭിച്ചു കഴിഞ്ഞു എന്ന്? ആമേ, ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു? ആമേ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന മറുപടി കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ആ വിശ്വാസത്തിൽ ഇന്ന് പകൽക്കാലം ആരൊക്കെ പ്രാർത്ഥിക്കുന്നു? ആയവർക്കാൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേ, ലാസറിനെ 4-ാം നാൾ ഉയർപ്പിച്ചു കൊണ്ടുവന്ന ദൈവം, ആ ദൈവമാണ് എന്റെയും നിന്റെയും ദൈവം. ആമേ, വിശ്വാസത്തിൽ വളർന്നു വരിക, വിശ്വാസത്തിൽ വളർന്നു വരിക, വിശ്വാസത്തിൽ വളർന്നു വരിക. അവിശ്വാസി ആകരുത്, ഹുമനയോസിനെ പോലെ ആകരുത്. ആമേ, പിന്മാറി പോകരുത്, വിശ്വാസത്തിൽ വളരുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണ് സ്തോത്രം. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കാൻ സ്തോത്രം. 1 തിമോത്തിയോസ് 6:10. ആമേസ്തോത്രം 1 തിമോത്തിയോസ് 6:9-10 തുടർന്ന് വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാൻ സ്തോത്രം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ധനം സമ്പാദിക്കാനുള്ള ബദ്ധപ്പാട്, ആമേസ്തോത്രം, ഭയങ്കരമേറിയ ദോഷത്തെ വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം നാം വായിച്ചു കേട്ടു. ഒരിക്കലൂടെ വായിച്ചു കേൾപ്പിക്കാൻ സ്തോത്രം വേഗത്തിൽ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. വിശ്വാസം വിട്ടൊഴിഞ്ഞു, ദൈവത്തിൽ നിന്നും ആമേസ്തോത്രം വിട്ടൊഴിഞ്ഞ്, ആമേ, വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി മാറപ്പെടുന്നു. അതിനാൽ ഇന്ന് പകൽക്കാല സ്തോത്രം, ആമേ, ഉണ്ണാനും ഉടപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെപ്പിൻ എന്നരുളി ചെയ്ത കർത്താവ്, വയലിലെ താമരയെ പോറ്റുന്ന കർത്താവ്, ആകാശത്തിലെ പറവകളെ പോറ്റുന്ന കർത്താവ്, ആമേസ്തോത്രം, നിങ്ങൾക്ക് എന്താവശ്യമെന്ന് പരിശുദ്ധാത്മാവ് അറിയുന്നു. ആമേസ്തോത്രം, അധികം കൂട്ടിവെക്കാതെ ആമേസ്തോത്രം ദൈവരാജ്യ വിസ്തൃതിക്കായി പ്രവർത്തിച്ച്, ആമേ, വിശ്വാസം തെറ്റിപ്പോകാതെ, ആമേ, അധികം ധനികരായി തീരാതെ, ആമേസ്തോത്രം സ്വർഗരാജ്യത്തിൽ നിക്ഷേപത്തെ സ്വരൂപിക്കുന്നവരായി മാറപ്പെടട്ടെ. ആമേ, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തെ ആമേ സ്വരൂപിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സ്വർഗത്തിൽ ദൈവം ചെയ്യട്ടെ. 2 തിമോത്തിയോസ് 6:17-18 വാക്യം വായിക്കാം. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ഹുമനയോസിനെ കുറിച്ചോടെ പറയാണ് സ്തോത്രം. ഹുമനയോസും ഫിലേത്തോസും, ആമേ, സ്തോത്രം, സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അവരുടെ ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു.
അവർ സത്യം വിട്ടുതെറ്റി അവർ സത്യം വിട്ടു തെറ്റി. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു അപ്പോൾ കളയുന്നു. നമ്മുടെ വിശ്വാസത്തെ മറിച്ചു കളയുവാനും ചിലരുണ്ട് എന്നുള്ളതാണ്. കാരുണ്യം നിങ്ങൾ പോകരുതെന്ന് പറയുവാൻ ചിലരുണ്ടാകും. നിങ്ങളുടെ വിശ്വാസത്തെ തെറ്റിക്കുവാൻ ചിലരുണ്ടാകും. നിങ്ങൾ ആ പാട്ട് നോക്കരുത്. ഇവിടെ ദുരുപദേശം തരുവാൻ ചിലരുണ്ടാകും. ഈ ഭാഗത്ത് പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് അവരെ തെറ്റിച്ചു. ആദ്യ സ്നേഹത്തെ നഷ്ടപ്പെടുത്തിയ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. സ്തോത്രം. അപ്പൊ നിങ്ങളോട് പലതും പറഞ്ഞ് തെറ്റിക്കുവാൻ ഒത്തിരി പേരുണ്ടാകും. ദുരുപദേശം തരുവാൻ ഒത്തിരി പേരുണ്ടാകും. വചനത്തെ കോട്ടിപ്പറയുവാൻ ഒത്തിരി പേരുണ്ടാകും. പ്രാർത്ഥനയുടെ പേരിൽ വേഷഭക്തിയിൽ നിങ്ങളെ തെറ്റിക്കുവാൻ ഒത്തിരി പേരുണ്ടാകും. അവരെയെല്ലാം നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ അത്രേ നിങ്ങൾ നോക്കേണ്ടത്. സ്തോത്രം. ആ കർത്താവ് അത്രേ സ്തോത്രം ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ മുൻപാകെ വരച്ചു കാട്ടിയിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അവർക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല, എവിടെ സംസാരിക്കണമെന്ന് അറിയില്ല, ആരോട് സംസാരിക്കണമെന്ന് അറിയില്ല, എങ്ങനെ ആയിരിക്കണമെന്ന് അറിയില്ല. ആലോചിക്കുന്നില്ല. എന്ത് തോന്നുന്നുവോ അത് സംസാരിക്കുന്നു. അങ്ങനെ ആയിരിക്കരുത്. അർബുദ വ്യാധി എന്ന് പറഞ്ഞത് എന്താണ്? ക്യാൻസർ എന്നാണ്. സ്തോത്രം. ക്യാൻസർ പോലെ വാക്കുകൾ അമ്പ പോലെ തറയ്ക്കുന്നു, ഹൃദയത്തെ കീറി മുറിക്കുന്നു. ചിലർ പറയാറുണ്ട് അടി മാഞ്ഞു പോകും, വാക്ക് മായുകയില്ല എന്ന്. എറിയുന്ന കല്ലും പറയുന്ന വാക്കും തിരിച്ചു കിട്ടില്ല എന്ന് പറയാറുണ്ട്. ഒരിക്കലും എറിയുന്ന കല്ല് മടങ്ങി വരത്തില്ലല്ലോ. പറയുന്ന വാക്ക് മടങ്ങി വരത്തില്ല. എന്നെ കേൾക്കും ദൈവസഭയെ, വാക്കുകൾ പറയുമ്പോൾ സ്തോത്രം പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചതാണ്. അതാ ഞാൻ വായിച്ചു തന്നെ കേൾപ്പിച്ചു തന്നത്. സ്തോത്രം. അത്ഭുത വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വ്യക്തികൾ, സ്തോത്രം, വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ, വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾ വിട്ടൊഴിഞ്ഞു മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന വ്യക്തികൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന ചില ഇടപെടലുകൾ, വേദനിപ്പിക്കുന്ന ചില ബന്ധങ്ങൾ, ഇവ വിട്ടുമാറുമ്പോൾ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനായി കഴിയും. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ചിലത് പ്രാപിക്കണമോ ചിലത് വിട്ടൊഴിയണം. പരിശുദ്ധാത്മാവിനെ ചിലത് പ്രാപിക്കണമോ അത് ചിലത് വിട്ടൊഴിയണം. പരിശുദ്ധാത്മാവിനെ ചിലത് പ്രാപിക്കണമോ ചിലത് വിട്ടൊഴിയണം. നീ വിട്ടൊഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കും. ലോത്ത് അബ്രഹാമിനെ വിട്ടു മാറിയപ്പോൾ പരിശുദ്ധാത്മാവ് ലോത്തിനെ അനുഗ്രഹിച്ചു. നിശ്ചയമായും മാറേണ്ടവർ മാറുമ്പോൾ ദൈവം അനുഗ്രഹിക്കേണ്ടവരെ അനുഗ്രഹിക്കും. ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള അനുഭവം ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടേണ്ടതൊന്ന് വിട്ട് മാറി നോക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് ദുരുപദേശം തരുന്നവരെ വിട്ട് മാറി നോക്ക്. നിന്നെ തെറ്റിക്കുന്നവരെ വിട്ട് മാറി നോക്ക്. തോന്നുന്നത് പറയുന്നത് അവരെ വിട്ടൊന്ന് മാറി നോക്ക്. ദൈവത്തെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ പാത ചുംബിച്ച് കർത്താവിൻ്റെ കരം പിടിച്ച് നടന്നു നോക്ക്. നിന്റെ കൂട്ടുകാരൻ യേശു ആയിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് നിനക്ക് വൻ കാര്യത്തെ പ്രാപിക്കുവാനായിട്ട് കഴിയും. നിശ്ചയമായും പ്രാപിക്കുവാനായി കഴിയും. സ്തോത്രം. ദാവീദ് ഒത്തിരി ദൈവകൃപ പ്രാപിച്ചവനായിരുന്നു. ദാവീദ് അനുഗ്രഹത്തെ പ്രാപിച്ചവനായിരുന്നു. അഭിഷിക്തനാണ്. ദൈവശബ്ദം കേട്ടവനാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിച്ചവനാണ്. ആടിനെ തിന്നുകളയാൻ വന്ന് കരടിയെയും സിംഹത്തെയും വലിച്ചു കീറിക്കളഞ്ഞവനാണ്. ഫെലിസ്ത്യരെ ഒറ്റ കല്ലുകൊണ്ട് വീഴ്ത്തിയവനാണ് ദാവീദ്. എന്നാ സ്തോത്രം, അവസാനമായി ഞാൻ പറയട്ടെ, ദാവീദ് ദൈവത്തിൽ നിന്നും തെറ്റി പാപം ചെയ്തപ്പോൾ, ദാവീദ് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, ദാവീദ് പിന്മാറിപ്പോയപ്പോൾ അവനുണ്ടായ അനുഭവം എന്താണ്? സ്തോത്രം. ആർക്കെങ്കിലും എഴുതണമെങ്കിൽ എഴുതി വെച്ചോ. അവന്റെ ദിവസങ്ങളെല്ലാം എടുക്കാം. സ്തോത്രം.
2 ശമൂവേൽ 12:9-10 വാക്യം. അവന്റെ ദിവസങ്ങളെല്ലാം യുദ്ധ ദിവസങ്ങളായി മാറപ്പെട്ടു. അവന് സ്വസ്ഥത നഷ്ടപ്പെട്ടു. സ്തോത്രം. അടുത്ത മറ്റൊരു വ്യക്തിക്ക് എടുക്കാൻ സ്തോത്രം. 2 ശമൂവേൽ 15:1 മുതൽ വായിച്ചാട്ടെ. ഞാൻ ആദ്യം പറഞ്ഞത് സ്തോത്രം, അവന്റെ ദിവസങ്ങളെല്ലാം യുദ്ധ ദിവസങ്ങളായി മാറപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ എഴുതിയെടുത്തോളുക. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി, അവന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. അവന്റെ ദിവസങ്ങളെല്ലാം യുദ്ധ ദിവസങ്ങളായി മാറപ്പെട്ടു. അവൻ ഒരിക്കലും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പോഴും യുദ്ധം, എപ്പോഴും കഷ്ടം, എപ്പോഴും ഞെരുക്കം. ഞാൻ പറയട്ടെ, ദാവീദ് പ്രാർത്ഥിക്കേണ്ട സമയവും പ്രാർത്ഥിക്കാതെ വൈകുന്നേര സമയത്ത് മട്ടുപ്പാവിൽ മാളികയുടെ മുകളിൽ മട്ടുപ്പാവിൽ എത്ര ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കാണാത്തത് കണ്ടു, നോക്കാത്തടത്ത് നോക്കി, അവൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് അവൻ ചെയ്തു. അതിനാൽ അവനുണ്ടായതായ ദുഃഖം, അവനുണ്ടായതായ വേദന ചെറുതായിരുന്നില്ല. അഭിഷിക്തനാണ്, ശരി. ദാവീദിനെ ദൈവം ശിക്ഷിക്കാതെ വിട്ടില്ല. സ്തോത്രം. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ ഏറ്റവും അവസാനമായി ദാവീദിനുണ്ടായ അനുഭവത്തെ ചിന്തിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അവന്റെ ദിവസങ്ങളെല്ലാം യുദ്ധ ദിവസങ്ങളായി മാറി. അവന്റെ വീട്ടിൽ തന്നെ ശത്രുക്കൾ പെരുകി. 2 ശമൂവേൽ 15:1 മുതൽ വായിച്ചാട്ടെ, വേഗത്തിൽ വായിക്കാം. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അതികാലത്തെ എഴുന്നേറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കുക. സ്തോത്രം. അവന് മുമ്പിൽ ഓടുവാൻ സ്തോത്രം അകമ്പടികളെ എടുത്തു. അവന്റെ കുതിരയിൽ കയറി. അബ്സലോം രാജകുമാരൻ, ദാവീദിന്റെ മകൻ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. ദാവീദ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് സ്തോത്രം ഊരിയാവിനെ കൊല്ലിച്ചു. ഊരിയാവിന്റെ ഭാര്യ എടുത്തപ്പോൾ അവനുണ്ടായതായ നഷ്ടം, അവനുണ്ടായതായ കഷ്ടം. അഭിഷിക്തനാണ്, അവനൊരു രാജാവാണ്, അവൻ ദൈവശബ്ദം കേട്ടവനാണ്, അത്ഭുതങ്ങളെ കണ്ടവനാണ്, അത്ഭുതങ്ങൾ ചെയ്തവനാണ്. അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച ദൈവത്തോട് അവൻ മറുതരിപ്പ് കാട്ടിയപ്പോൾ, പിന്മാറിപ്പോയപ്പോൾ അവനുണ്ടാകുന്ന ശിക്ഷകളാണ് എന്നും യുദ്ധത്തിന്റെ ദിവസം. രണ്ടാമത് അവന്റെ മകൻ, അവൻ അബ്സലോം രാജകുമാരൻ ദാവീദിന്റെ അടുക്കൽ, രാജാവിന്റെ അടുക്കൽ ന്യായപാലനത്തിന് വരുന്നുവോ അവനെ പിടിച്ച് അബ്സലോം ചുംബിച്ച് അവന്റെ ഹൃദയത്തെ വശീകരിച്ച് അവിടെ അവൻ അപ്പന് വിരോധമായി എഴുന്നേറ്റ് ഞാൻ ന്യായാധിപതിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് കാഹളം ഊതിച്ചു. ഒത്തിരി കാര്യങ്ങൾ അപ്പന് വിരോധമായി അബ്സലോം രാജകുമാരൻ ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. മൂന്നാമതായി 2 ശമൂവേൽ 16:22 എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. അവന്റെ സ്വന്തം മകനുമായി അവന്റെ വെപ്പാടികൾ വ്യഭിചാരം ചെയ്തു. ദാവീദ് രാജാവിന്റെ വെപ്പാട്ടികളുമായി അവന്റെ സ്വന്തം മകൻ വ്യഭിചരിക്കുന്നത് കാണുവാനായി കഴിയൂ. ഏറ്റവും മ്ലേച്ഛത അപ്പന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ സ്വന്തം മകൻ ചെന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? പിന്മാറ്റം, പാപം. അവൻ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ അവനെ ഇത്രമാത്രം ദൈവം ശിക്ഷിച്ചുവെങ്കിൽ, നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അവന്റെ പാപിയുടെ ഗതി എന്തായി മാറപ്പെടും. സ്തോത്രം. അടുത്ത സ്തോത്രം 12:12 വാക്യം. എല്ലാ ഇസ്രായേലിലും തന്റെ പാപം പരസ്യമാക്കപ്പെട്ടു. ദാവീദ് ചെയ്ത പാപം എല്ലാ ഇസ്രായേലിലും അത് പരസ്യമാക്കപ്പെട്ടു. അത് നിസ്സാരമായി സ്തോത്രം മാച്ചു കളയുവാൻ കഴിഞ്ഞില്ല. വചനം പഠിപ്പിക്കുന്നു, ആ പ്രകാരം മാഞ്ഞു പോകത്തില്ല, നിന്ന മാഞ്ഞു പോകത്തില്ല എന്ന് ലജ്ജിതനായി മാറപ്പെട്ടു. അവൻ സ്തോത്രം തലകുനിക്കേണ്ടതായി വന്നു. അടുത്ത എഴുതിക്കൊള്ളുക. 2 ശമൂവേൽ 12:14 വാക്യം, 18 വാക്യത്തിന്റെ ആദ്യ ഭാഗവും. ബെർശേബയുടെ അവന് ജനിച്ച ദാവീദിന് ജനിച്ച കുട്ടി മരണപ്പെട്ടു പോയി. സ്തോത്രം. ആ കുട്ടി വളർത്തുവാനായി ദൈവം കൊടുത്തില്ല. ആ കുട്ടിയും നഷ്ടപ്പെട്ടു പോയി. കാരണം പിന്മാറ്റം, കാരണം പാപ ജീവിതം നിമിത്തം. അടുത്തതായി സ്തോത്രം, ഉത്തരമില്ലാതെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. ദാവീദ് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ സ്തോത്രം അവന് ഉത്തരം ലഭിച്ചില്ല. 2 ശമൂവേൽ 12:16 മുതൽ 18 വരെയുള്ള വേദഭാഗം. അവൻ ഉത്തരമില്ലാതെ പ്രാർത്ഥിച്ചു, മറുപടി അവന് ലഭിച്ചില്ല. അവന്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. വീണ്ടും തന്റെ സ്വന്തം മകൻ തന്റെ മകളെ നശിപ്പിക്കുവാനിടയായി തീർന്നു. അബ്നോൻ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ ദാവീദിനുണ്ടായിരുന്നു. ദാവീദിന്റെ മകൻ തന്നെ ദാവീദിന്റെ സ്വന്തം മകളെ ബലാത്കാരം ചെയ്ത് അവളെ നശിപ്പിച്ചു. താമാർ എന്ന് പറഞ്ഞ പെൺകുട്ടി തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് അവിടെ വസ്ത്രത്തെ രണ്ടായി പിച്ച് ചീന്തിക്കൊണ്ട് തലയിൽ
തലയിൽ കൈവച്ച് നിലവിളിച്ചുകൊണ്ട് അവൾ അവിടെ ഭവനത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, പിന്മാറ്റം അത് ചെറുതെന്ന് ചിന്തിക്കരുത്. ആദ്യ കൃപ നഷ്ടപ്പെടുന്നത് ചെറുതെന്ന് ചിന്തിക്കരുത്. ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നത് ചെറുതെന്ന് ചിന്തിക്കരുത്. പാപം ചെറുത് എന്ന് ചിന്തിക്കരുത്. ഒരു ചെറിയ പാപവും വലിയ അനർത്ഥത്തെ കൊണ്ടുവരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ആമേ, ദാവീദ് ചെയ്ത ദുഷ്ടത നിമിത്തം ആമേ കുഞ്ഞ് നഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ വീട്ടിൽ എന്ന് യുദ്ധം നടക്കുന്നുണ്ട്. അവന്റെ മകൻ അവന് വിരോധമായി തീരുന്നുണ്ട്. ആമേ, ഉത്തരമില്ലാതെ പ്രാർത്ഥിക്കേണ്ടതായി ഉപവസിക്കേണ്ടതായി വരുന്നുണ്ട്. ആമേ, തന്റെ മകൻ ആമേ സ്തോത്രം തന്റെ ആമേ സ്വന്തം മകളെ ബലാത്കാരം ചെയ്യുന്നുണ്ട്. സ്തോത്രം. എത്ര ഭീതി നിറഞ്ഞ അതിദാരുണമായ കാര്യാദികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സ്തോത്രം. അല്പ സ്പീഡ് കൂടിപ്പോയി. എൻ്റെ കൂടെ ഓടി വരിക. സ്തോത്രം. ആമേ സ്തോത്രം. വളരെ ആമേ സ്തോത്രം വേദന നിറഞ്ഞ ദാവീദിന് ഒരു സമാധാനം കിട്ടിയില്ല. അല്പനേരത്തേക്ക് ആമേ നിമിഷ നേരത്തേക്ക് ആമേ സ്തോത്രം ചില സെക്കൻഡുകൾക്ക് വേണ്ടി ആമേ സ്തോത്രം ആമേ പാപ ജീവിതം നയിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ടോ? ആമേ രഹസ്യ പാപം, ആമേ പരസ്യ പാപം, ആമേ വചനപ്രകാരം ഒത്തിരി തെളിവുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ലഭിച്ചു. ആമേ അത് സാരമില്ല, അത് സാരമില്ല എന്ന് ചിന്തിക്കുന്നവരോട് വന്നിട്ടുണ്ടോ? അത് നിസ്സാരം ചിന്തിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആമേ ലഹരികൾ ഉപയോഗിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കരുത്. അങ്ങനെ നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് സ്വന്തം പകൽക്കാലം നിങ്ങളുടെ മന്ദിരമാകുന്ന ആമേ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം വിശുദ്ധമായിരിക്കട്ടെ. സ്തോത്രം. ആമേ സ്തോത്രം. വീണ്ടും ആമേ സ്തോത്രം ഒരു മകൻ ആമേ സ്തോത്രം അബ്നോൻ ആമേ സ്തോത്രം ദുഷ്ടത തൻ്റെ മകളോട് ചെയ്തു. 2 ശമൂവേൽ ആമേ സ്തോത്രം 14:24 മുതൽ 28 വരെയുള്ള വേദഭാഗം. ആമേ സ്തോത്രം. നേരത്തെ സ്തോത്രം ആമേ 2 ശമൂവേൽ 13:14 വാക്യം. ഇപ്പോൾ ഞാൻ പറയുന്ന സ്തോത്രം ഒരു മകനെ കൊന്നുകള ദാവീദിന്റെ ആമേ മകൾ താമാറിനെ അബ്നോൻ ആമേ ദുഷ്ടത ചെയ്തത് കൊണ്ട് അന്ന് മുതൽ അബ്സോലാം എന്ന് പറയുന്ന രാജകുമാരൻ ആമേ സ്തോത്രം കരുതി കൂട്ടി വെച്ചിരുന്നു. സ്തോത്രം. ആമേ സ്തോത്രം തൻ്റെ സഹോദരിയെ ആമേ തൻ്റെ സ്വന്തം സഹോദരൻ ആമേ സ്തോത്രം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ആമേ സ്തോത്രം അബ്നോൻ എന്ന് പറയുന്നവനോട് ആ സഹോദരനോട് അവന് ആമേ കർശനം കയറിയിരുന്നു. ആമേ സ്തോത്രം. ചില നാളുകൾക്ക് ശേഷം ആമേ സ്തോത്രം തൻ്റെ സഹോദരനായ അബ്നോനെ അബ്സോലോ രാജകുമാരൻ വിളിച്ചുകൊണ്ട് പോയി. അവിടെ കൊണ്ടുപോയിട്ട് വചനം പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് ആമേ ആമേ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കഴിച്ചു കുടിച്ചിരിക്കുന്ന സമയം ഞാൻ നിങ്ങളോട് പറയും ആമേ അബ്നോനെ അടിച്ചു കൊല്ലുവിൻ എന്ന് ഞാൻ പറയുന്ന അതേ സമയം നിങ്ങൾ അവനെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞു. ആമേ അബ്നോനെ അബ്സോലോ രാജകുമാരൻ തൻ്റെ അറിവോടെ മറ്റുള്ളവരെ കൊണ്ട് അടിച്ചു കൊല്ലിപ്പിച്ചു. ആ മകൻ നഷ്ടപ്പെട്ടു പോകുന്നു. ആമേ ദാവീദിന് സഹിച്ചുകൂടാ. ദാവീദിന് വേദന സഹിച്ചുകൂടാ. ഒന്നിന് പുറകെ ഒന്നായി വേദനയ്ക്ക് പുറത്ത് വേദന. ആമേ ദുഃഖത്തിന് പുറത്ത് ദുഃഖം. ആമേ ജീവിതത്തിൽ തകർച്ചയ്ക്ക് മേൽ തകർച്ച ആരുടെയെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ ആമേ സ്തോത്രം ഇന്ന് പകൽക്കാലം എന്നോട് ആരും നീരസപ്പെടരുതേ. ദൈവത്തിന്റെ വചനമാണ്. ആമേ സ്തോത്രം. തിരിച്ചു വാ. യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. മടങ്ങി വന്നാൽ എന്താ അത് ചെയ്തിട്ട് ശരിയാകാത്തത്? എന്താ ഇത് ചെയ്തിട്ട് ശരിയാകാത്തത്? എല്ലാം തൊടുന്നതെല്ലാം നഷ്ടം, കഷ്ടം. ആമേ തിരിച്ചു വാ. എവിടെയോ ആമേ നീ പിന്മാറിപ്പോയിരിക്കുന്നു. സ്തോത്രം. അടുത്ത സ്തോത്രം 2 ശമൂവേൽ 15, 12, 13. സ്വന്തം ജനം തന്നെ തനിക്ക് എതിരായി തീരുകയാണ്. ആമേ തൻ്റെ സ്വന്തം ജനം നോക്കുക. സ്തോത്രം. ആമേ അബ്സോല രാജകുമാരൻ ആമേ അപ്പന് വിരോധമായി എഴുന്നേറ്റ് അവനെ സ്തോത്രം രാജ്യത്ത് വേണമെന്ന് പറയുമ്പോൾ ദാവീദിന്റെ ആമേ സ്വന്തം മന്ത്രി ആമേ അവന്റെ അടുക്കലുണ്ട്. ദൈവജനം വായിക്കുക. ദാവീദിന്റെ സ്വന്തം ഗ്രഹത്തിലുള്ള ദാവീദിന്റെ കൊട്ടാരത്തിലുള്ള ആമേ ഇവൻ തന്റെ മകന്റെ അടുക്കൽ പോയിരിക്കുകയാണ്. ആമേ ചതി മകന്റെ അടുത്ത് നിൽക്കും, അപ്പന്റെ അടുത്ത് നിൽക്കും. ആമേ അങ്ങനെയുള്ളവരുണ്ട്. ആമേ സൂക്ഷിച്ചു കൊള്ളുക. ആമേ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ഇവിടെ അപ്പന്റെ അടുക്കൽ നിന്നവൻ മകന്റെ അടുക്കൽ പോയിരിക്കുകയാണ്. ആമേ അവന്റെ സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് തന്നെ, അവന്റെ സ്വന്തം ജനത്തിൽ നിന്ന് തന്നെ ആമേ എതിരായി തീർന്ന. സ്തോത്രം. ആമേ വീണ്ടും സ്തോത്രം. ഒരു സാധാരണ വേലക്കാരനാൽ അവൻ ശപിക്കപ്പെടുകയാണ്. 2 ശമൂവേൽ 16 ആമേ 6-7 വാക്യം. ആമേ സ്തോത്രം. 2 ശമൂവേൽ 16-6-7 വാക്യം. ആമേ ദാവീദ് രാജാവ് ആമേ യുദ്ധത്തിനായി പോകുന്ന വഴിയിൽ ആമേ ശിമയി എന്ന് പറയുന്ന ഒരുവൻ ആമേ ദാവീദിനെ നോക്കിയിട്ട് ആമേ നീജാ എന്ന് വിളിക്കുന്നു. അവനെ പൂഴി വാരി എറിയുന്നു. ആമേ കല്ലും മണ്ണും വാരി ഒരു രാജാവിനെ ശിമയി എന്ന് പറയുന്ന ഒരുത്തൻ എറിയുകയാണ്. എത്ര ധൈര്യം, എത്ര കഷ്ടം, എത്ര വേദന. അവൻ രാജാവാണ്. അവനെ സ്തോത്രം ഇത്രമാത്രം ആമേ അധപ്പതിക്കുവാൻ, ഇത്രമാത്രം താഴ്ത്തപ്പെടുവാൻ കാരണം
അവൻ്റെ പിന്മാറ്റമാണ്. സ്തോത്രം. വീണ്ടും സ്തോത്രം നമുക്ക് കാണാം. സ്തോത്രം. മകൻ്റെയും അനേക ഇസ്രായേലിയരുടെയും മരണത്തിന് കാരണമായി തീരുന്ന സ്തോത്രം. ആമേ 2 ശമൂവേൽ 18 9 മുതൽ 15 വരെ വായിക്കുക. 2 ശമൂവേൽ 18 9 മുതൽ 15 വരെ. സ്തോത്രം. ആമേ അബ്സോല രാജകുമാരനുമായി ആമേ യുദ്ധമുണ്ടായി. സ്തോത്രം. ആമേ അബ്സോല രാജകുമാരനുമായി ആമേ ശത്രുതയിലായിരുന്നു. ആമേ സ്തോത്രം 2 വർഷം കാണാതിരുന്നു. എൻ്റെ മുഖം അവന് കാണരുതെന്ന് പറഞ്ഞു. ആമേ സ്തോത്രം മകനുമായി അങ്ങനെ ഒരു ശത്രുത ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ആമേ അബ്സോല രാജകുമാരൻ ആമേ രാജ്യത്വം ഏറ്റെടുക്കുവാനായി പിടിച്ചെടുക്കുവാനായി അവൻ പ്രയത്നിക്കുമ്പോൾ ആമേ ദാവീദിന്റെ ആമേ സ്തോത്ര സന്നാഹങ്ങളുമായി ആമേ കുറെ പേർ പോവുകയാണ്. ആമേ അന്നേരം ദാവീദ് പറഞ്ഞു, ആമേ എൻ്റെ മകൻ അബ്സോലോമിനെ കൈവയ്ക്കരുത്. അപ്പൻ പറയുകയാണ്, എൻ്റെ മകൻ അബ്സോലം എൻ്റെ രാജ്യത്വം പിടിച്ചെടുക്കാൻ നോക്കുന്നതൊക്കെ ശരിയാണ്, എനിക്ക് വിരോധമായി അവൻ എഴുന്നേറ്റത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം, ആമേ എനിക്ക് അബ്നോൻ നഷ്ടപ്പെട്ടു. ആമേ താമാര് എൻ്റെ സ്വന്തം മകനാൽ ആമേ തകർക്കപ്പെട്ടു. ആമേ സ്തോത്രം എൻ്റെ കുടുംബക്കാർ എനിക്കെതിരായി തീർന്നു. ആമേ സ്തോത്രം എൻ്റെ മകൻ തന്നെ ആമേ സ്തോത്രം എൻ്റെ ആമേ കൊട്ടാരത്തിൽ വന്ന് വെപ്പാട്ടുകളുമായി ദുഷ്ടത പ്രവർത്തിച്ചു. ആമേ സ്തോത്രം എൻ്റെ സാധാരണ വേലക്കാരൻ എന്നെ പുഴിവാരി എറിഞ്ഞു. ആമേ സ്തോത്രം ഞാൻ ഒത്തിരി തകർന്നിരിക്കുന്നു. ഞാൻ ഒത്തിരി ഉടഞ്ഞിരിക്കുന്നു. സ്തോത്രം. എനിക്കൊരിക്കലും സ്വസ്ഥതയില്ല. അതിനാൽ ഒരു കാര്യം ചെയ്യണം, അവൻ എനിക്കെതിരായി എഴുന്നേറ്റതൊക്കെ ശരിയാണ്, പക്ഷേ ആമേ അബ്സോലോമിനെ നേരെ കൈ ഓങ്ങരുത് എന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം അബ്സോല രാജകുമാരൻ തന്തയുടെ ആമേ സ്തോത്രം അധികാരത്തെ ആമേ പിടിച്ചെടുക്കുവാൻ വന്ന യുദ്ധത്തിൽ ആമേ സ്തോത്രം അബ്സോല രാജകുമാരൻ ഒരു കഴുതയുടെ പുറത്ത് ആമേ സ്തോത്ര കുതിരപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ ഒരു കരിവേലകത്തിൽ അവൻ തൂങ്ങുവാനിടയായി തീർന്നു. ആമേ സ്തോത്രം വർഷം തോറും അവൻ്റെ സ്തോത്ര തലമുടി ആമേ കത്തിരിച്ച് വിൽക്കുക പതിവായിരുന്നു. അവൻ സ്തോത്രം ആ കരിവേലകത്തിൽ അവൻ ആമേ കീഴ്മേലില്ലാതെ ആകാശവും ഭൂമിയുമില്ലാതെ അവൻ സ്തോത്രം തൂങ്ങുവാനിടയായി തീർന്നു. അവൻ അവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ആമേ സ്തോത്രം അവൻ അവിടെ നിൽക്കുമ്പോൾ ആമേ സ്തോത്രം ദാവീദിന്റെ ആമേ സ്തോത്ര സേവകർ അല്ലെങ്കിൽ ദാവീദിന്റെ ആമേ സ്തോത്ര ആൾക്കാർ ആമേ സ്തോത്രം അവനെ ആ ഭാഗത്ത് വെച്ച് ആമേ സ്തോത്രം വെട്ടിക്കളഞ്ഞു. അവനെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞതായി ആമേ തിരുവചനം നമ്മെ പഠിപ്പിക്കത്രേ ചെയ്യുന്നത്. ആമേ സ്തോത്രം അവസാനമായി ആമേ സ്തോത്രം ഒടുവിൽ ആമേ സ്തോത്രം അവൻ രോഗം പിടിച്ച് മരിക്കുവാനിടയായി തീർന്നു. ആമേ ദാവീദ് മരിക്കുകയാണ്. സ്തോത്രം. ആമേ സ്തോത്രം. അന്ന് അവൻ്റെ മകൻ അബ്സോലോം മരിക്കുന്നതിൻ്റെ അന്ന് ഒത്തിരി ഇസ്രായേലിയർ മരിക്കുവാനിടയായി തീർന്നു. 38 സങ്കീർത്തനം. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്ര നീരസോടെ എന്നെ ദണ്ഡിപ്പിക്കുമരുത്. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, നിന്റെ നീരസം ഹേതുവായി. വീട്ടിൽ പോയിട്ട് വായിക്കുക. 38 സങ്കീർത്തനം. ആമേ സ്തോത്രം. ദാവീദിന്റെ വേദന. എന്നെ കേൾക്കും ദൈവസഭയെ, എന്തിനാ ദാവീദ് ഇത്രയും വേദനയിലായി തീർന്നത്? എന്തിനാ ദാവീദിന്റെ ആ കൊച്ചുകുട്ടി മരിച്ചു പോയത്? എന്തിനാ ദാവീദിന്റെ മകൻ ആമേ സ്തോത്രം ഒരു മകൻ മറ്റൊരു മകനെ അടിച്ചു കൊന്നത്? എന്തിനാ ദാവീദിന്റെ ഒരു മകനെ ദാവീദിന്റെ ചേവകർ തന്നെ കൊന്നുകളഞ്ഞത്? എന്തിനാ ദാവീദിന് ഒരു മകൻ തൻ്റെ മകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ബലാത്കാരം ചെയ്തത്? എന്തിനാ സ്തോത്രം ഈ ദുഷ്ടതകളൊക്കെ എന്ന് സ്വസ്ഥത കിട്ടാതിരുന്നത്? ആമേ ദൈവത്തോട് പാപം ചെയ്ത നിമിത്തം, ദൈവത്തിൽ നിന്ന് പിന്മാറിയത് നിമിത്തം ആമേ ഇതൊക്കെ അനർത്ഥങ്ങളുടെ മേർത്ത് അനർത്ഥം, ദുഃഖത്തിന്റെ പുറത്ത് ദുഃഖം, വേദനയ്ക്ക് വേദന. ഒരിക്കലും അവന്റെ ജീവിതത്തിൽ സമാധാനം അവന് ലഭിച്ചിരുന്നില്ല. എന്നും ദുഃഖത്തിന്റെ പട്ടികളായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും ആമേ കർത്താവേ ഞാൻ നിന്റെ ആദ്യ സ്നേഹത്തിൽ ഞാൻ വിട്ടുപോയിരിക്കുന്നു എന്ന് കുറ്റബോധം വരുന്നുവെങ്കിൽ, ആമേ പാപത്തിലായിരിക്കുന്നു കുറ്റബോധം വരുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. സ്തോത്രം. ഒരു നിമിഷം നെഞ്ചത്ത് കൈവച്ച ആമേ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, കുറ്റബോധം വരുന്നവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാവീദിനെ ഇപ്രകാരം ശിക്ഷിച്ചുവെങ്കിൽ, നിന്റെ അഭിഷിക്തനെ ഇപ്രകാരം നീ ശിക്ഷിച്ചു എങ്കിൽ, ആമേ നീ തിരഞ്ഞെടുത്തവനെ ഇപ്രകാരം ശിക്ഷിച്ചുവെങ്കിൽ, ഞങ്ങൾ ഒന്നുമല്ല കർത്താവേ എന്ന് പറ. അടുത്തിരിക്കുന്നവൻ നിങ്ങളെ കാണുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ക്ഷമിക്കണമേ. എൻ്റെ തകർന്ന അവസ്ഥയ്ക്ക് ആമേ ഒരു മാറ്റത്തെ നീ തരയണമേ. പരിശുദ്ധാത്മാവിനോട് പറ. ആരും നിന്നെ കാണുന്നില്ലായിരിക്കാം, യേശു നിന്നെ കാണുന്നു. ആമേ ആരെങ്കിലും ആമേ അഹങ്കാരത്തോടിരിക്കുന്നുവെങ്കിൽ, ഇതിനകത്തൊരു VIP വന്നിട്ടില്ല. ആമേ സ്തോത്രം. ദൈവത്തെക്കാൾ ആമേ വലിയവൻ ആരുമില്ല. അവൻ മാത്രം ഉന്നതനാണ്, അവൻ മാത്രം ഉയർന്നിരിക്കുന്നവനാണ്. ദൈവത്തോട് പറ. ഈ സമയം ഒരുപക്ഷെ നാളെ ലഭിച്ചു എന്ന് വരത്തില്ല. ആമേ സ്തോത്രം. അടുത്ത നിമിഷം ലഭിച്ചു എന്ന് വരത്തില്ല. ഇപ്പോൾ അത് ഏറ്റുപറയുവാൻ തക്ക സമയമാണ്. യേശുപ്പാ, 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 ഒരൊറ്റ പാപനിമിത്തോ ദാവീദിനെ എങ്ങനെ ശിക്ഷിച്ചുവെങ്കിൽ എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് മനസ്സലി ഉണ്ടാകണമേ.
എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയത്തിൻ്റെ ആഴത്തുനിന്ന് അനുതാപത്തിൻ മിഴിനീരോടെ പിഴകൾ ഏറ്റു പറയുമെങ്കിൽ അനുതാപത്തിൻ മിഴിനീരോടെ പിഴകൾ ഏറ്റു പറയുമെങ്കിൽ കരുണയുള്ളൊരരുമനാഥൻ ക്ഷമയാരോളും നിശ്ചയമായി. അതെ, കരുണയുള്ള ഒരു അരുമനാഥൻ നിങ്ങൾക്ക് ക്ഷമയരുളും. വാസ്തവമായും ആമേസ്തോത്രം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്തായിത്തീരും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്തായിത്തീരും? സ്തോത്രം. ആമേ, തിരിച്ചു വരിക. യേശുവിനേറ്റ സകല പാപമൊക്കെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ആമേ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു ആമേ നിങ്ങളെ നിത്യത്തിലെത്തിക്കുവാൻ വേണ്ടി യേശു തന്റെ രക്തം ചിന്തി നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയല്ലോ. ആ രക്തത്താൽ കുളിച്ചു കയറുന്നവനെ, ആ രക്തത്താൽ കുളിച്ചു കയറുന്നവളെ, നിങ്ങൾ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. ദൈവകൃപയിൽ യേശുവേ ഇവരുടെ പാപങ്ങൾ കഴുകപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇവരുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ. ഇനിമേൽ അത് ചെയ്യാതവണ്ണം കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കട്ടെ, ശുദ്ധീകരണം പ്രാപിക്കട്ടെ. നിർമ്മലീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, നിർമ്മലീകരിക്കണമേ, വെണ്മയാക്കി മാറ്റണമേ, വെണ്മയാക്കി മാറ്റണമേ.